കുട്ടികളെ, ഇന്ന് നമുക്ക് കഠോപനിഷത്തിലെ ഒരു കഥയാവാം. പണ്ട് വാജശ്രവസ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. തൻ്റെ കയ്യിലുള്ളതെല്ലാം അദ്ദേഹം പലർക്കുമായി ദാനം ചെയ്തു. അദ്ദേഹം ലോകത്തെ മുഴുവൻ ജയിക്കുന്ന വിശ്വജിത്ത് എന്നൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിന് ധാരാളം ദാനം ചെയ്യണമെന്നൊരു നിഷ്ഠയുണ്ടായിരുന്നു. ദാനങ്ങളിൽ പശുവിനെ ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായ ദാനമാണ്. നല്ല ആരോഗ്യമുള്ളതും ധാരാളം പാൽ നൽകുന്നതുമായിട്ടുള്ള നല്ല നല്ല പശുക്കളെയാണ് യഥാർത്ഥത്തിൽ ദാനം ചെയ്യേണ്ടത്. എന്നാൽ ഈ മഹർഷി കറവ വറ്റി ആരോഗ്യമൊക്കെ ക്ഷയിച്ച പശുക്കളെയാണ് ദാനം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ധനത്തിനോടുള്ള ആ ആഗ്രഹ നിമിത്തമാണ് അദ്ദേഹം അങ്ങനെ മോശം പശുക്കളെ ദാനം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മകൻ നചികേതസ് ഇത്തരത്തിലുള്ള ദാനം കൊണ്ട് തൻ്റെ അച്ഛന് ദോഷം വരുമല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ അച്ഛൻ ചെയ്യുന്ന ആ യാഗത്തിന്റെ ഫലം തന്നെ പോകുമല്ലോ, അതുകൊണ്ട് അച്ഛനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്ന്, അതിനുവേണ്ടി എന്തു ചെയ്യണമെന്ന് നചികേതസ് ആലോചിച്ചു. സമയത്ത് നചികേതസ് ഒരു ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് അച്ഛനെ നേരിട്ട് എതിർത്താൽ അത് അച്ഛന് ഒട്ടും ഇഷ്ടമാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പകരം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അച്ഛൻ ദാനങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഗൗതമ മഹർഷി ഈ മകന്റെ ചോദ്യത്തെ അവഗണിച്ചെങ്കിലും കുറെ തവണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മകൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം നിന്നെ ഞാൻ യമന് ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. കേട്ട നചികേതസിന് വലിയ സങ്കടം തോന്നി. അച്ഛന് ധനത്തിലുള്ള ആഗ്രഹം കുറയാത്തത് കൊണ്ടാണ് ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ദാനത്തിന്റെ ഫലം കിട്ടില്ല എന്ന് അച്ഛനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് നചികേതസ് തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചത്. എന്നാൽ യജ്ഞത്തിനിടയ്ക്ക് തൻ്റെ അച്ഛൻ തന്നെ യമന് ദാനം ചെയ്തു എന്ന് പറഞ്ഞതിനാൽ അച്ഛന്റെ വാക്കുകൾ സത്യമാക്കി അച്ഛന് നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി യമലോകത്തേക്ക് പോകാൻ നചികേതസ് തയ്യാറായി. നചികേതസ് യമലോകത്തെത്തിയപ്പോൾ അവിടെ യമദേവൻ ഉണ്ടായിരുന്നില്ല. 3 പകലും രാത്രിയും നചികേതസ് യമദേവനെ കാത്ത് അദ്ദേഹത്തിന്റെ വീടിനു മുമ്പിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ അദ്ദേഹത്തെ കാത്തിരുന്നു. ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, അതായത് ബ്രഹ്മത്തെ അറിയുന്ന സംസ്കാരവും അറിവും മനഃശുദ്ധിയും ഒക്കെയുള്ള ആളുകൾ വന്നാൽ അവരെ വേണ്ട വിധത്തിൽ സൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ നചികേതസ്. നചികേതസ് 3 ദിവസം തന്നെ കാത്ത് ആ വീടിന് മുമ്പിൽ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ നിന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യമദേവൻ അത് വലിയ വിഷമമായി. യമദേവൻ 3 വരങ്ങൾ നചികേതസിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങേ പ്രസാദിപ്പിക്കാൻ ഞാൻ 3 വരങ്ങൾ തരാം, ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ യമദേവനോട് നചികേതസ് ആദ്യമായി അങ്ങ് എനിക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അച്ഛൻ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കാതിരിക്കണമെന്നും അച്ഛന് തന്നോട് തോന്നിയ ദേഷ്യമെല്ലാം മാറണമെന്നും താൻ തിരിച്ച് അച്ഛന്റെ അടുത്ത് എത്തുമ്പോൾ ഇത് തൻ്റെ മകൻ തന്നെയാണ് എന്ന ഓർമ്മയോടുകൂടി തന്നെ മകനായി കണക്കാക്കണമെന്നും യമദേവനോട് പറഞ്ഞു. യമദേവൻ ഗൗതമൻ മകനെ പറ്റിയുള്ള സങ്കടചിന്തയൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുമെന്നും യമലോകത്തേക്ക് താൻ പറഞ്ഞയച്ച തന്റെ മകൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കുമെന്നും പറഞ്ഞ് നചികേതസിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം നചികേതസ് ഏത് അഗ്നിയെ യജിച്ചിട്ടാണോ ആളുകൾ ദുഃഖങ്ങൾ എല്ലാം അകറ്റി നിലനിൽക്കുന്ന സന്തോഷത്തെ ഉണ്ടാക്കുന്നത്, ആ അഗ്നിയെ പറ്റിയുള്ള ആ യജ്ഞത്തെ പറ്റിയുള്ള അറിവ് തനിക്ക് ഉണ്ടാകണമെന്ന് നചികേതസ് യമദേവനോട് 2ാമത്തെ വരമായി ആവശ്യപ്പെട്ടു. യമദേവൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ആത്മസ്വരൂപത്തെ അറിയുന്നതിനുള്ള ശുദ്ധജ്ഞാനത്തെ നചികേതസിന് ഉപദേശിച്ചു. അല്ല, ആ അഗ്നി ഇന്നു മുതൽ നചികേതസിന്റെ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും പറഞ്ഞു. 3ാമതായി ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനെയും
മരണത്തിന്റെ രഹസ്യത്തെ പറ്റിയും പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് നചികേതസ് യമദേവനോട് ആവശ്യപ്പെട്ടു. ചെറിയ കുട്ടിയായ നചികേതസ് ഇത്തരമൊരു വരം ആവശ്യപ്പെട്ടപ്പോൾ യമദേവൻ അത്ഭുതപ്പെട്ടു. ചെറിയ കുട്ടിയല്ലേ, ഇനിയും ധാരാളം കാലം സുഖമായി ജീവിക്കാനുള്ള എന്തെങ്കിലും വരം ആവശ്യപ്പെടുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ച് യമദേവൻ കുട്ടിയുടെ ആഗ്രഹത്തിന്റെ ശക്തി പരീക്ഷിച്ചു നോക്കി. എന്നാൽ നചികേതസ് തനിക്ക് ആ ജ്ഞാനം കൂടി തന്നെ അനുഗ്രഹിക്കണമെന്ന് യമദേവനോട് ആവശ്യപ്പെട്ടു. യമദേവൻ സന്തോഷത്തോടെ മോക്ഷസാധകമായ ആത്മജ്ഞാനത്തെ നചികേതസിന് ഉപദേശിച്ച് നചികേതസിനെ അനുഗ്രഹിച്ചു. ആത്മാവ് നിത്യമാണെന്ന സത്യം മനസ്സിലാക്കിയ നചികേതസ് യമദേവന്റെ അനുഗ്രഹത്തോടെ തിരിച്ച് തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. അറിയുവാനുള്ള ആഗ്രഹം നല്ലവണ്ണമുണ്ടെങ്കിൽ അറിവ് സമ്പാദിക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമെന്നും നല്ല നല്ല സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാൻ നാം ഒട്ടും ഭയക്കേണ്ടതില്ല എന്നും ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.